ഇതിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇനി. ദേവസ്വംസ് ടു ഡിവോട്ടീസ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്തത് നോക്കേണ്ടത്. അതിന് നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ വരണം. ഭരണഘടനയിൽ വന്നാൽ ഈ ഭരണഘടനയിൽ ഉള്ള 7th ഷെഡ്യൂളിൽ ലിസ്റ്റ് 3 7th ഷെഡ്യൂളിൽ സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇങ്ങനെ ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ റെസിഡ്യൂവൽ പവേഴ്സ് എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെയാണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം അനുസരിച്ച്. അമേരിക്കയിലാണെങ്കിൽ അതൊക്കെ സ്റ്റേറ്റ്സിനാണ്. പക്ഷേ ഇവിടെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് റെസിഡ്യൂവലായിട്ട് പുതുതായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ അധികാരമുള്ളതാണ്. പക്ഷേ ഒരു സെൻട്രൽ ലോ ഉണ്ടെങ്കിൽ അതിനെ സൂപ്പർസീഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ലോയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കൺകറൻറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ റൂൾസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ആ റൂൾസ് ഉണ്ടാക്കുന്ന സമയത്തും സെൻട്രലിലെ ലോയിലെ വയലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റദ്ദായി പോകും, അല്ലെങ്കിൽ അത് കോടതിയിൽ പോയാൽ അത് നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ 28ാമത്തെ ഐറ്റം നോക്കുക. ഇപ്പോൾ ഷെഡ്യൂൾ 7 ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ് ഐറ്റം നമ്പർ 28. അത് ഞാൻ വായിക്കാം. ചാരിറ്റീസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് എൻഡോവ്മെൻറ്റ് ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് ഈ പറയുന്ന ഷെഡ്യൂൾ 7 ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ് ഐറ്റം നമ്പർ 28. അപ്പോൾ ഇതനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതേപോലുള്ള ഈ ദേവസ്വം ബോർഡ് പോലുള്ള സ്ഥാപനങ്ങൾ ഇത് ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ കറക്റ്റ് മീ, അല്ല പുറകേരിക്കണം, അല്ല അദ്ദേഹത്തിന് അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ കുറേ പ്രാവശ്യം ഒരുമിച്ച് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം റിലീജിയസ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ്സ് ആണ്. ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ്സ് ആണ്. HRNC എന്ന് പറയുന്ന ബംഗാളിൽ നിന്ന് തുടങ്ങി മദ്രാസിൽ വന്ന് വീണ്ടും കേരളത്തിൽ വന്ന് അത് ഈ കവനൻറ്റിൻ്റെ കൂടി ഭാഗമായിട്ട് വീണ്ടും ദേവസ്വം ബോർഡ് നിയമങ്ങളായിട്ട് വന്നതുകൊണ്ട് അത് തന്നെയാണത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ നടപടിയെടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സാധ്യമാണ്. അപ്പോൾ ഇത് ഞാൻ 2018 തന്നെ കൊടുത്ത നോട്ടാണ്. ആ നോട്ടിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ ഇത് സുരേഷ് ബാബുവിൻ്റെ കൊടുക്കാം. ഇത് കുറച്ച് വേറെ കോപ്പി ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഇഫ് യു വാണ്ട് കോപ്പീസ്